വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫ് ആയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് വീഡിയോ ഞാൻ മൈക്രോബയോളജിയിൽ എല്ലാം ഓൾറൗണ്ടർ ഒരു പോർഷനായിരുന്നു ചെയ്തിരുന്നത്. എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാട്ടമിയാണ്. അനാട്ടമി ഫിസിയോളജിയിൽ കുറച്ച് ഓരോ സിസ്റ്റം വെച്ച് അനാട്ടമി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ് ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ടിപ്സ് ട്രിക്സ് ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അനാട്ടമി ഹാർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, ട്രിക്സ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. നമുക്കപ്പോൾ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ DMEക്കും നഴ്സിംഗ് റിട്ടേണൊക്കെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാട്ടമി ഫിസിയോളജിയാണെന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാട്ടമി പറയുമ്പോൾ ഏത് ഓർഗൻ്റെ അനാട്ടമിയും ഫിസിയോളജി ആയിരിക്കും നമ്മൾ പറയുന്നത്? ഹാർട്ട്. ഓക്കെ, ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഹാർട്ട് ഒരു ഹോളോ മസ്കുലർ ഓർഗണാണ്. 4 ചേമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 300 ഗ്രാമാണ് വെയിറ്റ് പറയുന്നത്. ഹാർട്ട് ഒരു ഹോളോ മസ്കുലർ ഓർഗണാണ്. 300 ഗ്രാമാണ് വെയിറ്റ്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈറ്റ് പറയുന്നത് നമ്മൾ കൈ ചുരുട്ടി പിടിക്കില്ലേ, മുഷ്ടി എന്നൊക്കെ പറയത്തില്ലേ, ഫിസ്റ്റ്, അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സൈസാണ് പറയുന്നത്. സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മീഡിയസ്റ്റൈനം സ്പേസിലാണ് ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത്, ഹാർട്ടിനെ കവർ ചെയ്തൊരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഉണ്ട്. ഈ ഇമേജിലോട്ട് നോക്കോ, ഒരു ട്രാൻസ്പെറൻറ്റ് കവറിങ് ഉണ്ടോ? പെരിക്കാർഡിയം എന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ്. പെരിക്കാർഡിയം ആണ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ. ആ പെരിക്കാർഡിയം 2 തരത്തിലുണ്ട്. അതായത് ഔട്ടർ ഒരു ലെയറുണ്ട്, ഇന്നർ ഒരു ലെയറുണ്ട്. ഔട്ടർ ലെയറിനെ ഫൈബ്രസ് പെരിക്കാർഡിയം എന്നും ഇന്നർ ലെയറിനെ സിറസ് പെരിക്കാർഡിയം എന്നും പറയുന്നു. കിട്ടിയോ? ഔട്ടർ ലെയറിനെ ഫൈബ്രസ് പെരിക്കാർഡിയം എന്നും ഇന്നർ ലെയറിനെ സിറസ് പെരിക്കാർഡിയം എന്നും പറയുന്നു. മനസ്സിലായോ? ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു ഹോളോ മസ്കുലർ ഓർഗൺ ആണ്. 300 ഗ്രാമാണ് വെയിറ്റ്. മീഡിയസ്റ്റൈനൽ ക്യാവിറ്റിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് മെമ്പറിനെ പെരിക്കാർഡിയം എന്ന് പറയുന്നു. പെരിക്കാർഡിയം ഔട്ടർ ലെയർ ഫൈബ്രസ് പെരിക്കാർഡിയം എന്നും ഇന്നർ ലെയറിനെ സിറസ് പെരിക്കാർഡിയം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇന്നർ മെംബ്രെയിനായ സിറസ് പെരിക്കാർഡിയത്തിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. പരേറ്റൽ പെരിക്കാർഡിയം എന്നും വിസറൽ പെരിക്കാർഡിയം എന്നും. ആ ഇമേജ് നോക്കുമ്പോൾ മനസ്സിലാവും. പരേറ്റൽ പെരിക്കാർഡിയം ഉണ്ട്, വിസറൽ പെരിക്കാർഡിയം ഉണ്ട്. പരേറ്റൽ ഔട്ടർ ലെയറും വിസറൽ പെരിക്കാർഡിയം ഇന്നർ ലെയറുമാണ്. ഓക്കെ, ഇനി ഇമേജിൽ നോക്കുമ്പോൾ ഇതിലൊരു ഫ്ലൂയിഡിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഫ്ലൂയിഡ്, അതായത് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെരിക്കാർഡിയൽ സ്പേസിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒരു 10 to 30 ml ആണ് നോർമലി കാണപ്പെടുന്ന പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. ഈ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഒരു 30 ml കൂടുതലാണെങ്കിൽ ആ കണ്ടീഷനെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നു. ഇതൊരു സ്ലോവർ പ്രോസസ്സാണ്. സ്ലോവറായിട്ട് അവിടെ 30 ml കൂടുകയാണെങ്കിൽ നമ്മൾ അതിനെ പെരിക്കാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നു. ഇനി ചില സമയത്ത് ഈ പെരിക്കാർഡിയൽ എഫ്യൂഷൻ കാരണം ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണ്, ഹാർട്ടിൻ്റെ ഫങ്ഷൻ തന്നെ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ആ കണ്ടീഷനെ കാർഡിയക് ടെമ്പോണഡേ എന്ന് പറയുന്നു. ഇത് സഡനായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെരിക്കാർഡിയൽ എഫ്യൂഷനും കാർഡിയക് ടെമ്പോണഡേ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഹാർട്ടിൻ്റെ പ്രൊട്ടക്റ്റീവ് മെമ്പറൈനാണ് പെരിക്കാർഡിയം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഹാർട്ടിൻ്റെ ലെയേഴ്സ്, ഹാർട്ട് വാൾ ലെയേഴ്സ്. ഈ ലെയേഴ്സും പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ തമ്മിൽ ഒരിക്കലും തെറ്റിപ്പോരുത്. പ്രൊട്ടക്റ്റീവ് മെംബ്രെയിനാണ് പെരിക്കാർഡിയം. ഇനി ലെയറാണ് എപ്പിക്കാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. ഹാർട്ടിൻ്റെ ലെയറാണ് എപ്പിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഈ പിക്ചറിൽ കണ്ടോ? എപ്പിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഈ എപ്പിക്കാർഡിയത്തിൻ്റെ വേറൊരു പേരാണ് വിസറൽ പെരിക്കാർഡിയം. മിഡിൽ മെംബ്രെയിനാണ് മയോകാർഡിയം, ഇന്നർ ആയിട്ടുള്ള മെംബ്രെയിനാണ് എൻഡോകാർഡിയം. ഓക്കെ, കിട്ടിയോ? എപ്പിക്കാർഡിയം ഔട്ടർ ലെയറാണ്, അതിൻ്റെ വേറൊരു പേരാണ് വിസറൽ പെരിക്കാർഡിയം. മയോകാർഡിയം എന്ന് പറയുമ്പോൾ മിഡിൽ മെംബ്രെയിനാണ്. എൻഡോകാർഡിയം എന്ന് പറയുമ്പോൾ ഇന്നർ ലെയറാണ്. നമ്മുടെ ഹാർട്ടിന് വാൾസ് ഉണ്ട്. വാൾസിനെയും കവർ ചെയ്തിരിക്കുന്നത് ഏത് മെംബ്രെയിനാണ്? എൻഡോകാർഡിയമാണ്. അപ്പോൾ ലെയറിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നമുക്ക് 3 ലെയറാണുള്ളത്. ഇത് നമ്മുടെ
എപ്പികാർഡിയോ ആയിട്ട് പെരികാർഡിയോ ആയിട്ട് മാറിപ്പോകരുത്. ഓക്കെ, നമ്മുടെ ഹാർട്ടിന് 2 ഏട്രിയവും 2 വെൻട്രിക്കിളും ഉണ്ടല്ലേ. ഇതൊക്കെ എല്ലാവർക്കും നോർമലായിട്ട് എല്ലാം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ലാർജസ്റ്റ് ചേംബർ. അതുപോലെ അപ്പെക്സ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നതും ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ലാർജസ്റ്റ് ചേംബർ. അതുപോലെ തന്നെ അപ്പെക്സ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് 2.5 ടൈംസ് മസ്കുലാർ ദാൻ റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിനേക്കാളും 2.5 മോർ മസ്കുലർ ആണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സ്റ്റേണത്തിന് ജസ്റ്റ് ബിനീത്തായിട്ട് കാണപ്പെടുന്നത് ഏത് ചേംബർ ആയിരിക്കും? വിച്ച് ചേംബർ ഈസ് പ്രസൻറ്റ് ജസ്റ്റ് ബിനീത്ത് സ്റ്റേണം? അത് റൈറ്റ് വെൻട്രിക്കിളാണ്. ഓക്കെ, ജസ്റ്റ് ബിനീത്ത് സ്റ്റേണം കാണപ്പെടുന്നത് റൈറ്റ് വെൻട്രിക്കിളാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാക്സിമം പൾസ് ഓർ എപ്പിക്കൽ പൾസിന് റെസ്പോൺസിബിൾ ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ ഇപ്പോൾ ഓർത്തുകൊണ്ട് പറഞ്ഞതാണ്. ലാർജസ്റ്റ് ചേംബറും അപ്പെക്സ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. നമുക്ക് മാക്സിമം പൾസ് അതായത് എപ്പിക്കൽ പൾസിന് റെസ്പോൺസിബിൾ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. റൈറ്റ് വെൻട്രിക്കിളിനേക്കാളും 2.5 മസ്കുലറാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അതുപോലെ റൈറ്റ് വെൻട്രിക്കിൾ കാണപ്പെടുന്നത് സ്റ്റേണത്തിൻ്റെ തൊട്ട് താഴെയായി കാണപ്പെടുന്നത് ഏതാണ്? റൈറ്റ് വെൻട്രിക്കിളാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് വാൽവ്സിനെ പറ്റി നോക്കാം. ഹാർട്ട് വാൽവ്സ്. നമുക്ക് ഹാർട്ട് വാൽവ്സ് പറയുമ്പോൾ 2 വാൽവ്സ് ആണുള്ളത്, ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് ആൻഡ് സെമി ലൂണാർ വാൽവ്. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് ആൻഡ് സെമി ലൂണാർ വാൽവ്സ്. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ്. ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ്. നമ്മുടെ ബൈകസ്പിഡ്, കസ്പ് എന്ന് പറഞ്ഞാൽ ബൈകസ്പിഡ് എന്ന് പറഞ്ഞാൽ 2 കസ്പ്. കസ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ്ലെറ്റ് അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. ഇമേജ് കാണുന്നുണ്ടോ? ബൈകസ്പിഡ് വാൽവ് 2 ലീഫ് അല്ലെങ്കിൽ 2 കസ്പ്. ട്രൈകസ്പിഡ് എന്ന് പറയുമ്പോൾ 3 എണ്ണം. അതാണ് ട്രൈകസ്പിഡും ബൈകസ്പിഡും. ഓക്കെ, ബൈകസ്പിഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രസൻറ്റ്? ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്ന ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്. ബൈകസ്പിഡ് വാൽവിൻ്റെ മറ്റൊരു പേരാണ് മിട്രൽ. മിട്രലിൻ്റെ ലാസ്റ്റ് ഒരു എൽ ഉണ്ടല്ലേ. അപ്പോൾ ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ, ലെഫ്റ്റിൻ്റെ എല്ലും മിട്രലിൻ്റെ എല്ലും ഓർത്ത് വയ്ക്കാം. മിട്രൽ എവിടെയാണ് കാണുന്നത്? ലെഫ്റ്റ്. അടുത്ത ട്രൈകസ്പിഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ട്രൈ ഒരു 6 ഉണ്ട്, റൈറ്റിലും ഒരു 6 ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ട്രൈകസ്പിഡ് എന്ന് പറയുമ്പോൾ റൈറ്റിലും മറ്റത് ലെഫ്റ്റിലും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ഡ്രഗ് അബ്യൂസിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന വാൽവ് ഏതെന്ന് വെച്ചാൽ ട്രൈകസ്പിഡ് വാൽവാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രഗ് അബ്യൂസുകാരിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്നത് ട്രൈകസ്പിഡ് വാൽവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ബൈകസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന് പറയുമ്പോൾ 2 കസ്പാണ്. അത് ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലാണ് കാണപ്പെടുന്നത്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഏട്രിയമിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ബിറ്റ്വീനായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രഗ് അബ്യൂസിൽ അഫക്റ്റ് ചെയ്യുന്നത് ട്രൈകസ്പിഡ് വാൽവാണ്. ഓക്കെ, ഈ ഇമേജിൽ എല്ലാ വാൽവും നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സെമി ലൂണാർ വാൽവ്. സെമി ലൂണാർ വാൽവ് എന്ന് പറയുമ്പോൾ 2 വാൽവ് ഉണ്ട്. ഇതിൽ നോക്കൂ, അയോട്ടിക് വാൽവും പൾമണറി വാൽവും. കണ്ടോ അയോട്ടിക് വാൽവിൻ്റെയും പൾമണറി വാൽവിൻ്റെയും പ്ലേസ്മെൻറ്റ്? അയോട്ടിക് വാൽവ് എന്ന് പറയുമ്പോൾ വാൽവ് ബിറ്റ്വീൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് അയോട്ട. ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോട്ടയുടെയും ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്നതാണ് അയോട്ടിക് വാൽവ്. പൾമോണിക് വാൽവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പൾമണറി കാണുമല്ലേ. പൾമണറി ആർട്ടറിക്കും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്നതാണ് പൾമണറി വാൽവ്. കിട്ടിയോ? സെമി ലൂണാർ വാൽവ് എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട്, അയോട്ടിക് വാൽവും പൾമോണിക് വാൽവും. അതിൽ അയോട്ടിക് വാൽവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോട്ടയ്ക്കും ബിറ്റ്വീനായിട്ട് കാണപ്പെടുന്നതും പൾമോണിക് വാൽവ് എന്ന് പറയുന്നത് റൈറ്റ് വെൻട്രിക്കിളിനും പൾമണറി ആർട്ടറിക്കും ഇടയ്ക്ക് കാണപ്പെടുന്നതും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ വാൽവ്സ് ആണ് പറഞ്ഞത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഹാർട്ട് സൗണ്ട്. ഹാർട്ട് സൗണ്ട് പറയുമ്പോൾ നമുക്ക് S1 ഉണ്ട്, S2 ഉണ്ട്. ഇത് രണ്ടുമാണ് നോർമലായിട്ടുള്ള ഹാർട്ട് സൗണ്ട്. S1 എന്ന് പറയുന്നത് എപ്പോഴാണ് കേൾക്കുന്നത്? ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ക്ലോസ് ആവുന്ന സമയത്ത് കേൾക്കുന്നതാണ് S1. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് ഏതൊക്കെയാണ്? മിട്രൽ അല്ലെങ്കിൽ മിട്രൽ വാൽവ് ആൻഡ്
ട്രൈകസ്പിഡ് അല്ലെങ്കിൽ ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡും ട്രൈകസ്പിഡും ക്ലോഷർ ആകുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് ലബ്. ലബ് സൗണ്ട് എപ്പോഴാണ് കേൾക്കുന്നത്? ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് ക്ലോസ് ആകുമ്പോൾ, അത് S1. അപ്പോൾ S2 സെക്കൻഡ് ഹാർട്ട് സൗണ്ടാണ്. അതെപ്പോഴാണ് കേൾക്കുന്നത്? സെമി ലൂണർ വാൽവ് ക്ലോസ് ആകുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് S2 ഡബ് സൗണ്ട്. അപ്പോൾ നമ്മൾ S1 പഠിച്ചു, S2 പഠിച്ചു. ഓക്കെ, ഇനി S3 കേൾക്കുന്നു. S3 എപ്പോഴാണ് കേൾക്കുന്നത്? S3 നോർമലാണോ? S3 ഹാർട്ട് സൗണ്ട് നോർമൽ അല്ല, പക്ഷെ നോർമലായിട്ടുള്ളവരുണ്ട്. യൂത്തിൽ S3 നോർമലാണ്, പക്ഷേ ചില കണ്ടീഷൻസ്, അതായത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, വാൽവുലാർ റീഗർജിറ്റേഷൻ, ഈ സമയത്തൊക്കെ S3 കേൾക്കുന്നതായിട്ട് നമുക്ക് കേൾക്കും. അപ്പോൾ S3 അബ്നോർമൽ ഹാർട്ട് സൗണ്ടാണ്. ലൈക്ക് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, വാൽവുലാർ റീഗർജിറ്റേഷനിലൊക്കെ നമ്മൾ S3 കേൾക്കും. പക്ഷേ നോർമൽ എപ്പോഴാണ് കേൾക്കുന്നത്? യൂത്തിൽ S3 നോർമലാണ്. അതുപോലെ തന്നെ S3 കേൾക്കുന്നതിൻ്റെ കാരണം ഡ്യൂ ടു റാപ്പിഡ് ഫില്ലിംഗ് ഓഫ് വെൻട്രിക്കിൾ റാപ്പിഡായിട്ട് ഫില്ല് ചെയ്യുന്നതുകൊണ്ട്, പെട്ടെന്ന് ഫില്ലാവുന്നതുകൊണ്ടാണ് S3 കേൾക്കുന്നത്. അതുപോലെ തന്നെ S3 ബെസ്റ്റ് ഹിയർഡ് ഓൺ ലൈയിങ് ഓൺ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടക്കുമ്പോഴാണ് S3 നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ S1, S2, S3 പറഞ്ഞു. ഇനി S4 എന്നൊരു ഹാർട്ട് സൗണ്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? S3 എന്ന് പറയുന്നത് ഒരു ഗാലപ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു ഏട്രിയൽ കൺട്രാക്ഷൻ. ഒരു ഗാലപ്പ് സൗണ്ടാണ് S4 എന്ന് പറയുന്നത്. ഡ്യൂ ടു ഏട്രിയൽ കൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് S4. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാർഡിയക് ഹൈപ്പർട്രോഫി, വെൻട്രിക്കുലർ വാൾവ് ഇഞ്ചുറി, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഈ കണ്ടീഷനിലൊക്കെ S4 കേൾക്കുന്നു. ഓക്കെ, S4 എന്ന് പറഞ്ഞാൽ ഒരു ഗാലപ്സ് ആണ്. ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? ഏട്രിയൽ കൺട്രാക്ഷൻ്റെ സമയത്ത് കാണുന്ന ഒരു ഗാലപ്പ് സൗണ്ടാണ് S4. കാർഡിയക് ഹൈപ്പർട്രോഫി, വെൻട്രിക്കുലർ വാൾവ് ഇഞ്ചുറി, ഹൈപ്പർ ടെൻഷൻ, ഈ കണ്ടീഷനിലൊക്കെ S4 കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുകൊണ്ട് പറഞ്ഞാണ് S4. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ S1, S2, S3 പറഞ്ഞു. S1 AV വാൾവിൻ്റെ ക്ലോഷർ, ലബ് സൗണ്ട്. S2 സെമി ലൂണർ വാൾവിൻ്റെ ക്ലോഷർ, ഡബ് സൗണ്ട്. S3 യൂത്തിലും ചിൽഡ്രൻസ് ബിലോ 30 നോർമലാണ്. ഹാർട്ട് ഫെയിലിയർ, വാൽവുലാർ റീഗർജിറ്റേഷനിൽ ഉള്ള പേഷ്യൻറ്റ് നമുക്ക് S3 കേൾക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ബ്ലഡ് സപ്ലൈ. നമ്മുടെ ബ്ലഡ് സപ്ലൈ, ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസ് ആണ് അല്ലേ? നമ്മുടെ പൾമണറി ആർട്ടറി പോയിട്ട് ബാക്കി എല്ലാ ആർട്ടറീസും ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലേ? ഓൾ ആർട്ടറി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അത് നമുക്കറിയാം അല്ലേ? ഓൾ വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി വെയിൻസ്. ലാർജസ്റ്റ് വെയിൻ ഏതാണ്? ഇൻഫീരിയർ വീന കവ. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 പോയിൻറ്റ്, ഓൾ ആർട്ടറി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അതുപോലെ തന്നെ ഓൾ വെയിൻസ് ക്യാരി ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി വെയിൻ. പിന്നെ ലാർജസ്റ്റ് വെയിൻ ഏതാണ്? ഇൻഫീരിയർ വീന കവ. അതുപോലെ തന്നെ 2 പൾമണറി ആർട്ടറിയും 4 പൾമണറി വെയിനാണുള്ളത്. അത് തെറ്റിപ്പോയത് കേട്ടോ, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. 2 പൾമണറി ആർട്ടറിയും 4 പൾമണറി വെയിനും. ഇനി നമ്മുടെ കൊറോണറി ആർട്ടറി നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് കൊറോണറി ആർട്ടറി എറൈസ് ഫ്രം അയോട്ട, അത് പോയിട്ട് അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി. ഇനി ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എവിടെയൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? ആൻറ്റീരിയർ പോർഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. എവിടേക്കാണ്? ആൻറ്റീരിയർ പോർഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇവിടെ 2ഇടത്തുമാണ് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി LAD സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഡോ മേക്കിംഗ് ആർട്ടറി എന്ന് പറയുന്നതും LAD ആണ്. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയുടെ വേറൊരു പേരാണ് വിഡോ മേക്കിംഗ് ആർട്ടറി. ഓക്കെ, കൂടുതൽ യങ്സ്റ്റേഴ്സിൽ MI ഒക്കെ ഉണ്ടാകുന്നത് ഈ ആർട്ടറിയിലാണ്. MIയുടെ കാരണം, അതായത് ബ്ലഡ് സപ്ലൈ കുറയുന്നത് ഉണ്ടാകുന്നതിൻ്റെ റീസൺ LAD ആയതുകൊണ്ട്, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി എന്ന് പറയുന്നതുകൊണ്ട് വിഡോ മേക്കിംഗ് ആർട്ടറി എന്ന പേര് കൊടുത്തിരിക്കുന്നത് LADക്കാണ്. ഇനി ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിൽ. ലെഫ്റ്റ് ഏട്രിയത്തിന് സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് സർക്കംഫ്ലെക്സ് ആർട്ടറി ആണ്.
അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? റൈറ്റ് കൊറോണറി ആർട്ടറി. അത് എറേസ് ഫ്രം അയോട്ടയിൽ നിന്ന് തന്നെയാണ് എറേസ് ചെയ്യുന്നത്. ഇറ്റ് കവർ അല്ലെങ്കിൽ സപ്ലൈ റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, ഇൻഫീരിയർ പാർട്ട് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, AV നോട്ട്സ് ആൻഡ് ബണ്ടിൽ ഓഫ് ഹിസ്. റൈറ്റ് കൊറോണറി ആർട്ടറി സർക്കുലേറ്റ് ചെയ്യുന്ന ആർക്കൊക്കെയാണ്? റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, ഇൻഫീരിയർ പാർട്ട് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, AV നോട്ട്സ് ആൻഡ് ബണ്ടിൽ ഓഫ് ഹിസ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആർട്ടറീസ് പെർഫ്യൂസ് ചെയ്യുന്നത് സിസ്റ്റോളയുടെ സമയത്താണ് അല്ലേ? ആർട്ടറീസ് പെർഫ്യൂസ്ഡ് ആവുന്നത് സിസ്റ്റോളയുടെ ടൈമിലാണ്. പക്ഷേ കൊറോണറി ആർട്ടറി പെർഫ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡയസ്റ്റോളയുടെ സമയത്താണ്. പോയിന്റ് കിട്ടിയോ? ആർട്ടറീസ് ആർ പെർഫ്യൂസ്ഡ് ഡ്യൂറിങ് സിസ്റ്റോളെ, ബട്ട് ഇൻ കേസ് ഓഫ് കൊറോണറി ആർട്ടറി ഇറ്റ് വിൽ ബി പെർഫ്യൂസ്ഡ് ഡ്യൂറിങ് ഡയസ്റ്റോളെ. ഇനി വീനസ് സപ്ലൈ ആരാണ്? ഹാർട്ടിൻ്റെ വീനസ് സപ്ലൈ കൊടുക്കുന്ന ആരാണ്? കൊറോണറി സൈനസ്. ഓക്കെ, വീനസ് സപ്ലൈ ബൈ കൊറോണറി സൈനസ്. അപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് ഇമേജ് നന്നായിട്ടൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ കാണാം. ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? റൈറ്റ് കൊറോണറി ആർട്ടറി എവിടെ ആർക്കൊക്കെ കൊടുക്കുന്നു? ലെഫ്റ്റ് കൊറോണറി ആർട്ടറി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, സർക്കംഫ്ലെക്സ് ആർട്ടറി. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി റെസ്പോൺസിബിൾ ഫോർ ആ പോയിന്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആൻറ്റീരിയർ വാൾ MIക്ക് കാരണമാകുന്നത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയാണ്. ഓക്കെ, കിട്ടിയ പോയിന്റ്. ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയാണ് ആൻറ്റീരിയർ വാൾ MIക്ക് കാരണം. ഓക്കെ, പോസ്റ്റീരിയർ വാൾ ആൻഡ് ലാറ്ററൽ MIക്ക് കാരണം സർക്കംഫ്ലെക്സ് ആർട്ടറിയാണ്. ആൻറ്റീരിയർ വാളിന് റീസൺ LAD, സർക്കംഫ്ലെക്സ് ആണ് ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ വാൾ MIക്ക് റീസൺ. അടുത്ത റൈറ്റ് കൊറോണറി ആർട്ടറി കാരണം വരുന്നതാണ് ഇൻഫീരിയർ വാൾ MI. ഇൻഫീരിയർ വാൾ MI കാരണം വരുന്നതാണ് റൈറ്റ് കൊറോണറി ആർട്ടറി കാരണമാണ് ഇൻഫീരിയർ വാൾ MI ഉണ്ടാവുന്നത്. കിട്ടിയോ? പോയിൻറ്റ്സ് കിട്ടിയോ? ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കാരണം ആൻറ്റീരിയർ MI, സർക്കംഫ്ലെക്സ് റെസ്പോൺസിബിൾ ഫോർ ലാറ്ററൽ ആൻഡ് പോസ്റ്റീരിയർ വാൾ, റൈറ്റ് കൊറോണറി ആർട്ടറി റെസ്പോൺസിബിൾ ഫോർ ഇൻഫീരിയർ വാൾ MI. അപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. കാരണം എല്ലാ എക്സാമിനും ഏകദേശം എല്ലാ എക്സാമിനും എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്ന് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പോയിൻ്റ് ഔട്ട് എല്ലാം ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടുണ്ടെങ്കിൽ നോട്ടിൽ ഇല്ലാത്ത പോയിൻറ്റ്സ് ആഡ് ചെയ്ത് വെക്കുക. അല്ല ഓൾറെഡി നോട്ടുള്ളതാണെങ്കിൽ ഒന്ന് കേട്ട് ഒന്നുകൂടെ ഫ്രഷപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ടാണ് ഞാൻ പറയുന്നത്. കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് അത് നമ്മുടെ ഹാർട്ടിൻ്റെ എല്ലായിടത്തും എത്തുന്ന ഒരു പാത്ത് വേ ഉണ്ട്, അതാണ് കണ്ടക്ഷൻ സിസ്റ്റം. ഓക്കെ, കണ്ടക്ഷൻ സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് SA നോട്ട്, AV നോട്ട്, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പുർക്കിഞ്ചി ഫൈബേഴ്സ്. കിട്ടിയോ? SA നോട്ട്, AV നോട്ട്, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പുർക്കിഞ്ചി ഫൈബേഴ്സ്. ഇനി നമുക്ക് SA നോട്ടിന് എന്തുകൊണ്ടാണ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് SA നോട്ടിലാണ്. അപ്പോൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് ഏതാണ്? SA നോട്ട്. അപ്പോൾ നമ്മുടെ കണ്ടക്ഷൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി SA നോഡിൽ നിന്ന് തുടങ്ങി AV നോഡിൽ എത്തുന്നു. ഏത് വഴി? ഇൻ്റർ നോഡൽ പാത്ത് വേ. SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് എത്തുന്ന പാത്ത് വേ ആണ് ഇൻ്റർ നോഡൽ പാത്ത് വേ. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് വഴി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിലോട്ട് പോകുന്നു. അവിടെ നിന്ന് പുർക്കിഞ്ചി ഫൈബേഴ്സിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഹാർട്ടിൻ്റെ സെൽസിലെത്തുന്നു. ഓക്കെ, SA നോഡിൽ നിന്ന് SA നോഡിൽ നിന്ന് AV നോഡ്, അവിടെ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പുർക്കിഞ്ചി ഫൈബേഴ്സ്. ഇനി ഇതിലൊരു ഇത് കണ്ടോ, ബാച്ച് മാൻസ് ബണ്ടിൽ. ബാച്ച് മാൻസ് ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാച്ച് മാൻസ് ബണ്ടിൽ നമ്മുടെ SA നോഡിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഒരു പാത്ത് വേ ഉണ്ട്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയുടെ ഒരു പാത്ത് വേ. അതിനെയാണ് ബാച്ച് മാൻസ് ബണ്ടിൽ എന്ന് പറയുന്നത്. അത് മറക്കരുത്, നമ്മുടെ റാങ്ക് ഹോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, റാങ്ക് മാക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് ബാച്ച് മാൻസ് പാത്ത് വേ. ഇതൊന്നും എപ്പോഴും എല്ലാവരും നമ്മൾ നോർമലി പഠിക്കുന്ന ഒരു പോർഷൻ അല്ല ബാച്ച് മാൻസ് പാത്ത് വേ. ഓക്കെ, അതുപോലെ തന്നെ SA നോഡിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ബിറ്റീരിയർ സുപ്പീരിയർ വീനക്കാവ ആൻഡ് റൈറ്റ് ഏട്രിയം. SA നോഡിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ വീനക്കാവ ആൻഡ് റൈറ്റ് ഏട്രിയം, അതാണ് SA നോഡിൻ്റെ
ലൊക്കേഷൻ. ഇനി നമുക്ക് ഫയറിംഗ് റേറ്റ് നോക്കാം. ഫയറിംഗ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കണ്ടക്ഷൻ. എത്ര ബീറ്റാണ് ഒരു മിനിറ്റിൽ നമുക്ക് SI നോഡിൽ നിന്ന് കിട്ടുന്നത്? SI നോഡിൽ നിന്ന് 60 to 100 beats per minute. SI node 60 to 100 beats per minute. AV node 40 to 60. Bundle of His അല്ലെങ്കിൽ Purkinje fibers. അപ്പോൾ ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് Purkinje fibers 20 to 40 beats per minute. SI നോഡ് നമ്മുടെ പൾസ് റേറ്റ് ആലോചിച്ചാൽ മതി, 60 തൊട്ട് 100 വരെ. AV നോഡ് അതിന് കുറച്ച് 60 തൊട്ട് 40 വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടക്ഷൻ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം റെഗുലേറ്റഡ് ബൈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. കാർഡിയോവാസ്കുലർ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. അപ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമുക്കറിയാം, സിമ്പതറ്റിക് ആക്ടിവിറ്റി ഉണ്ട്, പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ സിമ്പതറ്റിക് ആക്ടിവിറ്റി എങ്ങനെയൊക്കെയാണ്? ഹാർട്ടിന് സിമ്പതറ്റിക് സിസ്റ്റത്തിന് എന്തൊക്കെ സ്റ്റിമുലേഷൻ കാണും, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ആവുന്നു, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻക്രീസ് ആവുന്നു, കണ്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കൂടുന്നു. പിന്നെ ഇതൊക്കെ മീഡിയേറ്റ് ചെയ്യുന്ന ആരാന്ന്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം മീഡിയേറ്റഡ് ബൈ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ബൈ എപ്പിനെഫ്രിൻ ആൻഡ് നോൺ എപ്പിനെഫ്രിൻ. കിട്ടിയോ? ഹാർട്ടിൻ്റെ സിമ്പതറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. ഏതൊക്കെയാണ് റിസപ്റ്റർ? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാവരും പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. ഇനി ബ്ലഡ് വെസൽ എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കാണാം, വാസോ കൺസ്ട്രിക്ഷൻ ആണ് ഉണ്ടാകുന്നത്. അത് മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ആൽഫ അഡ്രിനർജിക് റിസപ്റ്റർ. ഹാർട്ടിന് ബീറ്റയും ബ്ലഡ് വെസലിന് ആൽഫ, AB, ആൽഫ ബ്ലഡ് AB, അങ്ങനെ ആലോചിച്ച് വെച്ചാൽ. അടുത്ത പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി മീഡിയേറ്റഡ് ബൈ വാഗസ് നെർവ്. പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി മീഡിയേറ്റഡ് ബൈ വാഗസ് നെർവ്. അപ്പോൾ പാരസിമ്പതറ്റിക് സിസ്റ്റം സ്റ്റിമുലേഷൻ കാണാൻ എന്തോ ചെയ്യും? ഡിക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷനും ഹാർട്ട് റേറ്റ് ഒക്കെ കുറയും. പാരാസിമ്പതറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ബൈ അല്ലെങ്കിൽ മീഡിയേറ്റഡ് ബൈ വാഗസ് നെർവും, സിമ്പതറ്റിക്കിൽ ഹാർട്ടിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റേഴ്സും, ബ്ലഡ് വെസലിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ആൽഫ അഡ്രിനർജിക് റിസപ്റ്റർ. മനസ്സിലായോ? ഇനി ചെറിയൊരു കാര്യം പറയാനാണ്. നമ്മൾ ഹാർട്ടിൻ്റെ അനാട്ടമിയൊക്കെ പഠിക്കുമ്പോൾ പലയിടത്തും നമ്മൾ കേട്ട പേരാണ് ബാരോ റിസപ്റ്ററും കീമോ റിസപ്റ്ററും. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഹാർട്ടിൽ എന്താണ് ഇമ്പോർട്ടൻസ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന കണ്ടീഷൻസിൽ പഠിക്കാറുണ്ട്. ബാരോ റിസപ്റ്റർ സിറ്റുവേറ്റഡ് ഇൻ അയോട്ടിക് ആർച്ച് ആൻഡ് കാരോട്ടിക് സൈനസ്. ബാരോ റിസപ്റ്റർ എവിടെയാണ് കാണുന്നത്? അയോട്ടിക് ആർച്ചിലും കാരോട്ടിക് സൈനസിലുമാണ് കാണുന്നത്. ഇനി ബാരോ റിസപ്റ്ററിൻ്റെ സ്റ്റിമുലേഷൻ കാരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ് BP കൂടുന്നു. ഓക്കെ, അതുപോലെ തന്നെ സിമ്പതറ്റിക് സിസ്റ്റം ഇൻഹിബിറ്റ് ആവുന്നു. BP കൂടുന്നു, സിമ്പതറ്റിക് സിസ്റ്റം ഇൻഹിബിറ്റ് ആവുന്നു. BP നമ്മുടെ ബാലൻസ് ഇല്ലേ, ബ്ലഡ് പ്രഷർ ബാലൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫങ്ഷൻ ബാരോ റിസപ്റ്ററിനുണ്ട്. ഇനി നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു റിസപ്റ്ററാണ് കീമോ റിസപ്റ്റർ. കീമോ റിസപ്റ്റർ എവിടെയാണ് കാണപ്പെടുന്നത്? അയോട്ടിക് ആർച്ചിലും കരോട്ടിക് ബോഡിയിലും. മറ്റേത് കരോട്ടിക് സൈനസിലാണെങ്കിൽ കീമോ റിസപ്റ്റർ കാണപ്പെടുന്നത് കരോട്ടിക് ബോഡിയിൽ. ഇനി കീമോ റിസപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളാണ് നമ്മൾ pH ചേഞ്ച് ചെയ്യുമ്പോൾ, PaCO2 ചേഞ്ച് ചെയ്യുമ്പോൾ, PaO2 ചേഞ്ച് ചെയ്യുമ്പോൾ ആണ് കീമോ റിസപ്റ്റർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാരോ റിസപ്റ്ററിനെ പറ്റിയും കീമോ റിസപ്റ്ററിനെ പറ്റിയും പഠിച്ചു. പിന്നെ കുറച്ച് പൾസർ ഡെഫിസിറ്റ് അതിനെ പറ്റിയൊക്കെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വൈറ്റൽ സയൻസിൻ്റെ, അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി ഒരു സിമ്പിളായിട്ട് ഒരു നിമോണിക്സ് നമ്മൾ പറയത്തില്ലേ, നിമോണിക്സ് വെച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരണേ. അതാണ് നമ്മുടെ ഹാർട്ട് സൗണ്ട് ലിസൺ ചെയ്യുന്ന സ്പേസ്, അതായത് ഏരിയാസ്. അയോട്ടിക്, പൾമോണിക്, എപ്സ് പോയിൻറ്റ്, ട്രൈകസ്പിഡ് ഏരിയ, എപ്പിക്കൽ ഏരിയ. എപ്പിക്കൽ ഏരിയയുടെ വേറൊരു പേരാണ് മിട്രൽ. ഓക്കെ, മിട്രൽ ഏരിയയുടെ വേറൊരു പേരാണ് എപ്പിക്കൽ. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഓൾ പീപ്പിൾ എൻജോയ് ടൈം മാഗസിൻ. A ഫോർ അയോട്ടിക് ഏരിയ, P ഫോർ പൾമോണിക് ഏരിയ, E ഫോർ എപ്സ് പോയിൻറ്റ്, T ഫോർ ട്രൈകസ്പിഡ്, M ഫോർ മിട്രൽ. മിട്രലിൻ്റെ വേറൊരു പേര് ഏതാണ്? എപ്പിക്കൽ ഏരിയ. ഇനി അയോട്ടിക് ഏരിയ എവിടെയാണ് കാണപ്പെടുന്നത്? സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് റൈറ്റ് ഓഫ് സ്റ്റേർണം. പൾമോണിക് ഏരിയ സെക്കൻഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് ഓഫ് ദ സ്റ്റേർണം.
ഇനി എപ്സ് പോയിന്റ് അല്ലെങ്കിൽ എപ്സ് ഏരിയ തേർഡ് ഇൻ്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് ഓഫ് ദ സ്റ്റേർണം. ട്രൈക്കസ്പിഡ് ഏരിയ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസ്. എപ്പിക്കൽ ഏരിയ എവിടെയാണ്? ഫിഫ്ത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസ് മിഡ് ക്ലാവിക്കുലർ ഏരിയ. ഈ പോയിന്റിലാണ് ഏറ്റവും മാക്സിമം ഇമ്പൾസ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എപ്പിക്കൽ ഏരിയ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓൾ പീപ്പിൾ എൻജോയ് ടൈം മാഗസിൻ. ഇത് ഓർത്തിരുന്ന് നമുക്ക് ആ പോയിന്റ് എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. നല്ലതായിട്ട് ഇപ്പോഴേ പഠിച്ചു പോയാൽ നമുക്ക് DMEക്കായാലും നഴ്സിംഗ് ഡ്യൂട്ടാനായാലും നല്ലൊരു റാങ്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, വരുന്ന വീഡിയോസൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഏരിയ ഇല്ലേ അതൊന്ന് അനാട്ടമിക്കലി അടയാളപ്പെടുത്തിയൊരു ഇമേജ് ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു. എല്ലാവരും സേഫായിട്ടിരിക്കുക.